ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിതാ പതിവ് പോലെ ഒരു 6:30 തന്നെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇന്ന് ഹസ്ബൻഡ് സ്കൂളിൽ പരിപാടിയല്ലേ, അപ്പോൾ പരിപാടിക്ക് പോകണം. അതിൻ്റെ മുന്നേ കുറച്ച് വർക്കുണ്ട്, ചെയ്തിട്ട് വേണം പോകാൻ കേട്ടോ. ഒരു മിനിറ്റ്, സോറി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ മുല്ലപ്പൂ കൊല്ലിച്ചു. ഞാൻ ബസ്സിട്ട നമ്മുടെ സ്ഥിരം ആളുണ്ട്, അപ്പോൾ ആളിനെ കൊണ്ട് ഞാൻ മുല്ലപ്പൂ കൊല്ലിച്ചു കേട്ടോ. മുല്ലപ്പൂ വെക്കാച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കുറ്റിപ്പുറന്ന് പോകേണ്ടത്. ഞാനൊരു ഇത് പറഞ്ഞു ഓട്ടോടെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുകൊടുക്കാൻ പോകണം. അത് കുറ്റിപ്പുറ ഉള്ള ആൾക്കാരുണ്ട്, അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുകൊടുക്കണം. ആൾ വരും. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ എന്താ പറയുക, എനിക്ക് സ്കൂളിലേക്ക് പോകാൻ, മോൻ്റെ സ്കൂളിൽ ഓണസദ്യ കഴിക്കാൻ. ഞാൻ പരിപാടികൾക്കൊന്നും പോകുന്നില്ല, ഓണസദ്യ കഴിക്കാൻ മാത്രമേ വരുള്ളൂ. ഞാൻ മുൻകൂട്ടി ടീച്ചറോടുമാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വേണം. പിന്നെ വേറെന്താ, പിന്നെ ഉണ്ട് വർക്കുകൾ. എന്താണ്, നബിദിനും ഓണം കൂടി ആയതുകൊണ്ട് 2 വർക്കുണ്ട്. ഇതൊരു 2.5 വയസ്സായ കുട്ടികളാണ്. സെയിം ഡിസൈൻ തന്നെ ഞാൻ മുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. മുന്നേ ചെയ്ത സെയിം ഡിസൈൻ തന്നെ കേട്ടോ. പിന്നെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സിൽവറിൻ്റെ ലേസുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, മറ്റേതിൽ ഗോൾഡാണ്. അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുള്ളൂ. പിന്നെ മെറ്റീരിയൽസിലും വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് പിന്നെ എന്താ പറയുക, നല്ലൊരു ഗ്രീൻ കളറും പിന്നെ ഒരു ടിഷ്യൂവിൻ്റെ ഒരു മെറ്റീരിയൽസും കൂടിയാണ് ഇത് വന്നിട്ടുള്ളത്. നല്ലൊരു പട്ടുപാവാട, നല്ല രസമുള്ള ടിഷ്യൂ ആണ്. ചെറുതായിട്ടൊരു ഗ്ലേസിങ് ഉണ്ട് കേട്ടോ. പിന്നെ എന്താ, സെയിം പാറ്റേണും ഡിസൈനും ഒക്കെ സെയിം ആണ് കേട്ടോ, ഒരു മാറ്റം. അപ്പോൾ ഞാനിതാ വന്ന് ഒരു സ്കേർട്ട് തയ്ച്ചിട്ടാണ്. ഇതിന്ന് എന്താ പറയുക, മാണിങ്ങൾ സ്കൂളിൽ നിന്ന് പരിപാടിയാണ്, അപ്പോൾ അതിലിടാനുള്ളൊരു സ്കേർട്ടാണ്. പിന്നെ അതിലേക്കുള്ള ടോപ്പ് കണ്ട, ടോപ്പ് തയ്ക്കൽ കഴിഞ്ഞില്ല കണ്ട, കട്ട് ചെയ്ത് വെച്ചാണെങ്കിൽ ഇത് തയ്ക്കാനുണ്ട്. പിന്നെ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഇതാണ് സ്കേർട്ട്. നല്ല ഭംഗിയില്ലേ, ടിഷ്യൂ മെറ്റീരിയൽ, ഗോൾഡൻ ടിഷ്യൂ ഉണ്ടത്. ഞാൻ നേരത്തെ കാണിച്ചത് സിൽവറിൻ്റെ ടിഷ്യൂ ആയിരുന്നു, ഇത് ഗോൾഡനാണ്. നല്ല ഭംഗിയല്ല കുട്ടികളുടെ ഡ്രസ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വേഗം അടിക്കട്ടെ കേട്ടോ, അപ്പോൾ നേരമായി. ടോപ്പ് ഞാൻ പിന്നെ എന്താ പറയുക, ഇത് സാധാരണ ഒരു സിമ്പിൾ പട്ടുപാവാടയായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാനിതാ അയൺ ചെയ്ത് വെക്കുന്ന ലൈസ് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ലൈസ് സെറ്റ് തന്നെ ഇവിടെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കണ്ട, സിമ്പിളാക്കി ഞാനൊരു 3 ഡോട്ട് പോലെ സിമ്പിളാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൈ ഞാൻ ബട്ടർഫ്ലൈ സീൽസാണ് വെച്ചിട്ടുള്ളത്. കണ്ടോ, സ്ലീവാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ട് ആൻഡ് ടോപ്പ്. ഫൈനലി ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ വന്ന് റെഡി ആയി. ഇതാ അസ്മിക്കുട്ടിൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. അവന് മുണ്ടും ജുബയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് തന്നെ മാച്ചായിട്ട് ഞാനും ഇട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? പറയുന്നതിലേക്ക് കൂടെ ഓക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ടൈമില്ല, ഞാൻ വേഗം പോകട്ടെ. ബായ്. വെച്ച് നോക്കിക്കാം. അപ്പോൾ ഞാൻ അസ്മിത സ്കൂൾക്ക് പോകാൻ റെഡി ആയിക്കണം കേട്ടോ. പൊന്നു വാടാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാണ്ടായിരുന്നു. പൊന്നു വാ. അപ്പോൾ ഞാൻ സ്കൂളിലെത്തിയിട്ടുണ്ട്. എനിക്ക് ഇനി വേഗം പോവാണ്ട്, ഞാൻ പറഞ്ഞില്ല കുറ്റിപ്പുറം പോവാണ്ട്. അപ്പോൾ ആ ഡ്രസ്സ് കൊണ്ടുകൊടുക്കാൻ പോകണം. അങ്ങനെ ഇതാ അൻസിമോളെ കിട്ടിയതാട്ടോ. ഞാൻ രാവിലെ അടിച്ച ഡ്രസ്സാണ്. പെട്ടെന്ന് എനിക്ക് എൻ്റെ അളവൊന്നുമില്ല, ഞാനൊരു ഏകദേശം അളവിൽ വെച്ച് അടിച്ചതാണ്. കുഴപ്പമില്ല, ആൾക്ക് കറക്റ്റ് പാകത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതൊക്കെ അവളുടെ ഫ്രണ്ട്സുകളാണ് തോന്നുന്നത്. ഞാൻ വീഡിയോസ് എടുക്കണ കണ്ടപ്പോൾ ആൾ നിന്നാണ് കേട്ടോ. പിന്നെ ഞാൻ അകത്തൊക്കെ ചെന്നപ്പോഴാണ് ചെറിയ ഇത് 4ാം ക്ലാസ്സിലെ കുട്ടികളാണ് തോന്നുന്നത് പൂക്കൾ പറിക്കുന്നത്. ഇപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ രക്ഷിതാക്കളും ടീച്ചേഴ്സും പാടിയാണ് പൂവ് ഇടുന്നത്. ഇക്കൊല്ലം ഒരൊറ്റ പൂവല്ലേ ഉള്ളൂ, മത്സരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒറ്റ പൂവേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കലാപരിപാടികൾ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുട്ടികളൊക്കെ എത്തി തുടങ്ങുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പോകാനുള്ളതുകൊണ്ടാണ് ഞാൻ വേഗം വന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ വേഗം 10:15 ബസ്സിന് തന്നെ ഞാൻ പോകുന്നു. എനിക്ക് തിരിച്ച് റിട്ടേൺ പോകണം. ഷോപ്പിൽ പോയതിന് ശേഷം എനിക്ക് ഇനി സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനിതാ പിന്നെ ഇവിടുന്ന് ലൈനിങ്ങും സാധനങ്ങളൊക്കെ എടുത്ത്, പിന്നെ തിരക്കില്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് വേഗം എടുത്താന്ന് കേട്ടോ, ബസ്സിൻ്റെ സമയമായതുകൊണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോസ്റ്റായിട്ട് ഇരിക്കുന്നു. ഗേറ്റ് അടവിൽ പെട്ടിട്ടാ. പക്ഷെ എനിക്ക് 11:20 ബസ് കിട്ടിയില്ല, 12:15 ബസ്സിനാണ് ഞാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയപ്പോക്കിന് 1 മണിയായി. പിന്നെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അസ്മിൻ്റെ കസേരക്കളി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ വേറെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ, നല്ല ഡിസൈൻ അടിപൊളിയായിട്ടുണ്ടല്ലേ.
പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറ്റിപ്പുറം പോയി വന്നപ്പോൾ നസ്മി ഓടി കളിച്ച് വേർത്തിട്ട് ആളുടെ ഡ്രസ്സൊക്കെ ആൾ ഊരിയിട്ട് മാറ്റിയിടണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാനതൊക്കെ ഊരിയിട്ട് കൊടുത്ത് ഇനി ഭക്ഷണം കഴിക്കാൻ പോകാനുണ്ട്. അങ്ങനെ അതാ 1 മണിയൊക്കെ ആയപ്പോഴത്തേന് ഭക്ഷണം വിളമ്പലെടുത്തി കുട്ടികളെ ആദ്യം ഇരുത്തി. പിന്നെ LKG കുട്ടികളും അംഗനവാടി കുട്ടികളും ഉണ്ട് കേട്ടോ. അവരെ വേറെ സെക്ഷനിലാണ് ഇരുത്തിയിട്ടുള്ളത്. പക്ഷേ ആസ്മിക്ക് ഇവരുടെ കൂടെ തന്നെ ഇരിക്കണം എന്നിട്ട് ഇതാ അവളുടെ കൂടെ ഇരുന്ന് പിന്നെ അതാ ഓരോ വിഭവങ്ങൾ എനിക്ക് എല്ലാത്തിൻ്റെ പേരറിയില്ല കേട്ടോ. എല്ലാ വിഭവങ്ങളും ഇങ്ങനെ വിളമ്പലെടുത്തി. അങ്ങനെ പിന്നെന്താണ് അപ്പോൾ നമ്മളുടെ ഓണപ്പരിപാടികൾ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ്. പക്ഷേ എനിക്ക് ഇക്കൊല്ലം പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഓണത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇനി കുറച്ച് ഫോട്ടോസുകൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് എടുത്ത ഫോട്ടോസുകൾ. എങ്ങനെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.